കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ നമ്മൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വേർഡായിരുന്നു. നോക്ക്, നോർത്ത് ഇന്ത്യയിലേക്ക് നോക്ക്, അവിടെ എന്താ സംഭവിക്കുന്നത്, അവിടെ എങ്ങനെയൊക്കെ ആൾക്കാരെ തല്ലിക്കൊല്ലുന്നത്, എന്തിൻ്റെ പേരിലൊക്കെ തല്ലിക്കൊല്ലുന്നത്, അതുപോലെ കേരളത്തിൽ നടക്കുന്നുണ്ടോ? ചിലപ്പോൾ ഇപ്പോൾ നിലവിൽ നോർത്തിലുള്ള ആളുകൾക്ക് പറയുന്നുണ്ടാവും, നോക്കൂ നിങ്ങൾ കേരളത്തിലേക്ക് നോക്കുന്നു. അങ്ങനെ പറയാൻ തക്കതായ രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് കൊലകളും കൊലപാതകങ്ങളും ആൾക്കൂട്ട കൊലപാതകങ്ങളും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത്, ഇന്നലെ പാലക്കാട് വെച്ച്, ഇന്നലെ മെനയാണ് പാലക്കാട് വെച്ചിട്ട് ബംഗ്ലാദേശ് സ്വദേശിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാം നാരായൺ എന്ന് പറഞ്ഞ ഒരു ഛത്തീസ്ഗഡ് സ്വദേശിയെ ഒരു വലിയൊരു ആൾക്കൂട്ടം ചേർന്നിട്ട് തല്ലിക്കൊന്നു. ഞാൻ കൊന്ന നാറികളോട്, ചെറ്റകളോട് എന്താ വിളിക്കേണ്ടത് എനിക്കറിയില്ല. ഇത്തരം തെരുവ് നായ്ക്കളോട് എനിക്ക് ചോദിക്കാനുള്ളത്, അയാൾ ബംഗ്ലാദേശിയാണോ ഇനി പാകിസ്ഥാനിയാണോ ഏതോ നാട്ടുകാരനായിക്കോട്ടെ, ഒരാളെ തല്ലിക്കൊല്ലാൻ എന്ത് റൈറ്റ്സാണ് നിങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന തന്നിട്ടുള്ളത്? അയാൾ ഇനി എന്തോ തെറ്റ് ചെയ്തോട്ടെ, തല്ലിക്കൊല്ലാൻ എന്ത് റൈറ്റ്സ് ആകുന്നത്? ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് നിലവിൽ കിട്ടിയ റിപ്പോർട്ട്. എന്തോ ആയിക്കോട്ടെ, അങ്ങനെ തല്ലിക്കൊല്ലാൻ എന്ത് റൈറ്റ്സാണ് ഇന്ത്യൻ ഭരണഘടന നിങ്ങൾക്ക് തന്നിട്ടുള്ളത്? ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? അപ്പോൾ ഞാൻ ഇന്നലെ അത് സംഭവിച്ചതിന് ശേഷം ഡോക്ടറെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, ഞാനത് ജസ്റ്റ് വായിച്ചിട്ട് നിർത്താം. പ്രിയരെ, നിങ്ങളുമായി സംബന്ധിച്ചിട്ട് ഒത്തിരി നാളായി. ഇന്ന് എൻ്റെ മനസ്സിനെ അത്യന്തം വേദനിപ്പിച്ച ഒരു പോസ്റ്റ്മോർട്ടം പരിശോധനയുടെ അനുഭവത്തെക്കുറിച്ച് ഒരു ഡോക്ടറായും ഒരു മനുഷ്യനായും പൊതുസമൂഹത്തോട് ചിലത് പറയണം എന്നെനിക്ക് തോന്നി. ജോലി തേടി നമ്മുടെ നാട്ടിലെത്തിയ ഒരു അതിഥി തൊഴിലാളിയെ കൂട്ടമായി നാം തല്ലിക്കൊന്നു. സ്വയം പ്രബുദ്ധർ എന്ന് ഉറക്കെ അവകാശപ്പെടുന്ന കേരളീയൻ മലയാളികൾ തന്നെയാണ് ഇത് ചെയ്തത് എന്നത് നമ്മെ കൂടുതലായി ലജ്ജിപ്പിക്കേണ്ട കാര്യമാണ്. ഇതിൻ്റെ മുമ്പിൽ കേരള സമൂഹം തല താഴ്ത്തണം. ഛത്തീസ്ഗഡിൽ നിന്ന് പുതുതായി ജോലിക്കെത്തിയ ആ മനുഷ്യൻ ഗൃഹാതുരത്വം കൊണ്ടും ജീവിത സമ്മർദ്ദങ്ങൾ കൊണ്ടും മാനസികമായി തളർന്നുപോയ ഒരു സാധുവായിരുന്നു. അവനെ നാം തെരുവിൽ നിന്ന് വീണ് മരിക്കാൻ വിധിച്ചു. പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ ശരീരത്തിൽ അടിയേറ്റ കേടുപാടുകളില്ലാത്ത ഒരിടം പോലും കണ്ടില്ല. പിന്നാമ്പുറത്തും നെഞ്ചിലും കൈകാലുകളിലും തലച്ചോറിലും എല്ലായിടത്തും ക്രൂരതയുടെ അടയാളങ്ങൾ. അതൊരു നിമിഷത്തെ കോപമല്ല, കൂട്ടമനസ്സിന്റെ അന്ധതയും മനുഷ്യത്വത്തിന്റെ പൂർണ്ണ അഭാവവുമായിരുന്നു. കൂട്ടമർദ്ദനം നടത്തിയവരിൽ ഒരാളെങ്കിലും ഇത് വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഒരാൾ പോലും ആ കൈ ഉയർത്താതിരുന്നെങ്കിൽ ഇന്ന് ആ മനുഷ്യൻ ജീവനോടെ ഉണ്ടാകുമായിരുന്നു. അയാളുടെ കുടുംബത്തോട് കേരള സമൂഹം കടപ്പെട്ടിരിക്കുന്നു. സഹജീവിയെ തല്ലിക്കൊന്ന മനുഷ്യൻ മൃഗങ്ങളെക്കാൾ ഭീകരനാണ്. അത്തരക്കാരെ നിയമത്തിന് വിട്ടുകൊടുക്കുക, സംരക്ഷിക്കരുത്, ന്യായീകരിക്കരുത്, മൗനം പാലിക്കരുത്. ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഓരോ മലയാളിയും ഉണരണം. മനുഷ്യ ജീവിതത്തിന്റെ വില നമ്മുടെ വാക്കുകളിലല്ല, നമ്മുടെ പ്രവൃത്തികളിലാണ് അത് തെളിയേണ്ടത്. പ്രതീക്ഷയോടെ ഡോക്ടർ ഹിതേഷ്. അപ്പോൾ ഇതാണ് ആ പോസ്റ്റ്. ഇത്രയും ക്രൂരമായിട്ടാണ് അവർ, ആ വൃത്തികെട്ടവന്മാർ, ആ തെരുവ് നായ്ക്കൾ ഒരു പാവം മനുഷ്യനെ തല്ലിക്കുന്നത്. അയാൾ ഏതോ നാട്ടുകാരനായിക്കോട്ടെ, ഇനി പാകിസ്ഥാനി ആയിക്കോട്ടെ, ഏതെങ്കിലും ബംഗ്ലാദേശ് ആയിക്കോട്ടെ, അഫ്ഗാനി ആയിക്കോട്ടെ, നേപ്പാളി ആയിക്കോട്ടെ, ഏതോ നാട്ടുകാരനായിക്കോട്ടെ, നിങ്ങൾക്ക് എന്താ അവകാശമുണ്ട് അയാളെ തല്ലിക്കൊള്ളാൻ? അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കുക. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. ഒരു മനുഷ്യൻ എന്ന് പരിഗണന നൽകാതെ ഒരു പാവത്തിനെ തല്ലിക്കൊന്ന ഇവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കുന്നത് വരെ നമ്മൾ പോരാടിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ കേരളത്തിൽ ചിലത് സംഭവിക്കുമ്പോൾ മാത്രം ഹാഷ്ടാഗ് ഇട്ട് ജസ്റ്റിസിന് വേണ്ടി മുറവിളി കൂട്ടുന്ന എല്ലാവരും ഇതിലും ആ പാവം മനുഷ്യനും നീതി കിട്ടാൻ വേണ്ടി, ആ കുടുംബത്തിന് നീതി കിട്ടാൻ വേണ്ടി ശക്തമായി രംഗത്തിറങ്ങണം. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി ഇങ്ങനെയൊരു സംഭവം നമ്മുടെ നാട്ടിൽ നടക്കാൻ പാടില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉത്തരേന്ത്യയിലുള്ളവരൊക്കെ നിലവിൽ നിങ്ങൾ കേരളത്തിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും.